ഗുസ്തി ഇവർക്കൊന്നും ഒരു വിനോദമേ ആയിരുന്നില്ല, സ്വന്തം ജീവിതം തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പിടിച്ച് ഞാൻ നോക്കാം, ഒരു ട്രയൽ നോക്കാം. നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ടാ, പിന്നെ ഷോൾഡറിൽ കയറുക. അങ്ങനെ വിങ്സ് ഞാൻ വലിച്ചു കയറ്റാൻ നോക്കണം. ഓക്കെ ആണല്ലോ? ഒറ്റ വലിയ കൂടെ വലിച്ച് ചിലപ്പോൾ കയറും കേട്ടോ, നല്ല നല്ല ഊരുള്ള ആളാണ്. ഓക്കെ, ഇനി ഞാൻ ശരത്തിനെ വലിച്ച് താഴോട്ടിറക്കാൻ നോക്കുക. ഓക്കെ, എത്ര ശരത്ത് ബലം പിടിച്ചാലും ശരി, എനിക്ക് ശരത്തിനെ വലിച്ച് താഴോട്ടിടാൻ പറ്റും, ഉറപ്പാ. കാരണം എന്താ? ഒരാളെ വലിച്ചു മുകളിലോട്ട് കെട്ടാൻ നല്ല പാടാ, കയറണമെങ്കിൽ ആ വ്യക്തിയും കൂടെ വിചാരിക്കണം. പക്ഷെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളെ വലിച്ച് താഴോട്ടിടാൻ ആ വ്യക്തി വിചാരിച്ചില്ലെങ്കിലും പറ്റും. ജീവിതത്തിലും അങ്ങനെയാണ്. നമുക്ക് മുകളിലോട്ട് കയറണമെങ്കിൽ നമ്മളോട് വിചാരിക്കണം, വലിക്കാൻ ആളും വേണം. പക്ഷെ നമ്മൾ എത്ര ഉയർത്തി നിന്നാൽ നമ്മളെ വലിച്ച് താഴോട്ടിടാൻ ഒരുത്തം വിചാരിച്ചാൽ അവൻ ചിലപ്പോൾ നമ്മളെ വലിച്ച് താഴോട്ട് ഇട്ടെന്നിരിക്കും, എന്നല്ല ഇടും. ഞാൻ ഇങ്ങനെ വലിച്ച് താഴോട്ടിടാൻ നോക്കിയപ്പോൾ ശരത്തിന് അവിടെ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലോ എനിക്ക് ഈസി ആയിട്ട് വലിച്ച് താഴെടാൻ പറ്റുമോ? ഉറപ്പാണല്ലോ. അവിടെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബലം. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ നിങ്ങളെ വലിച്ച് താഴ്ത്തിടും. അവിടെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, നിങ്ങൾക്ക് കൈ കൊടുക്കാൻ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ, അവിടെ ഒരു ടീം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ എത്ര കൊമ്പം വലിക്കാൻ നോക്കിയാലും അവിടുത്തെ വലി കാരണം എനിക്ക് വലിച്ച് താഴ്ത്തിടാൻ പറ്റില്ല.